Assalamu alaikum. Hello dear students. So in the last class we were discussed about the food that reaches to the stomach. Food എവിടെയായിരുന്നു സ്റ്റൊമക്കിലെത്തി അല്ലേ അത് കഴിഞ്ഞ് after the stomach the food reaches to where the food reaches to small intestine. അപ്പോൾ സ്റ്റൊമക്ക് കുറേ ഗ്യാസ്ട്രിക് ജ്യൂസ് ഒക്കെ സെക്രീറ്റ് ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞു ആൻഡ് the food finally reaches to the small intestine. ഇപ്പോൾ ഫുഡ് എവിടെയാണ് എത്തി നിൽക്കുന്നത് നമ്മുടെ ഫുഡിൻ്റെ ട്രാവൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലേ അപ്പോൾ ഇപ്പോൾ എവിടെ ഫുഡ് എത്തി ഫുഡ് റീച്ചസ് ടു ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. അപ്പോൾ എന്തൊക്കെയാണ് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ഫുഡ് അപ്പം ഫുഡ് കുറേ ഡൈജസ്റ്റഡ് ആയി ഇപ്പം സ്റ്റൊമക്കിലെത്തി ഈസോഫാഗസ് വഴി എന്ത് ചെയ്യുന്നു ത്രൂ ദ ഈസോഫാഗസ് ദ ഫുഡ് റീച്ചസ് ടു ദ സ്റ്റൊമക്കിലൊക്കെ എന്താ ഉണ്ട് പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്ന മൂവ്മെൻ്റ് എന്ന് നമ്മൾ പറഞ്ഞു വേവ് ലൈക്ക് മോഷൻ അല്ലേ പെരിസ്റ്റാൾസിസ് ഇസ് കോൾഡ് ദ വേവ് ലൈക്ക് മോഷൻ ആൻഡ് ദിസ് പെരിസ്റ്റാൾസിസ് ഹെൽപ്പ് ദ ഫുഡ്സ് ടു മേക്ക് ഇൻ ദ പേസ്റ്റ് ഫോം. ഫുഡിനെ പേസ്റ്റ് ഫോമിലാക്കാൻ ഏത് മൂവ്മെൻറ്റ് സഹായിക്കുന്നു പെരിസ്റ്റാൾസിസ് സ്റ്റൊമക്കിലാണ് നടക്കുന്നത്. സോ പിന്നെ അത് കഴിഞ്ഞ് സ്റ്റൊമക്കിൽ നിന്ന് ആഫ്റ്റർ ദ സ്റ്റൊമക്ക് ദ ഫുഡ് റീച്ചസ് ടു ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. അപ്പോൾ നമ്മൾ ഫുഡ് എവിടെ നിർത്തി സ്മോൾ ഇൻറ്റസ്റ്റൈനിലെത്തി ആൻഡ് വാട്ട് ചേഞ്ചസ് ദാറ്റ് ഹാപ്പൻസ് ടു ദിസ് ഫുഡ് ഇൻ ദ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ എന്തൊക്കെ ചേഞ്ചസ് സംഭവിക്കുന്നു. ഓക്കെ സോ human small intestine is about 5 meter to 6 meter long. എത്രയാണ് അതിൻ്റെ ലോങ് എന്ന് പറയുന്നത് 5 to 6 meter long അല്ലേ 5 മുതൽ 6 വരെയാണ് 5 to 6 meter long. വാട്ട് അബൌട്ട് ദ ലെങ്ത് 5 to 6 meter long 5 മുതൽ 6 വരെയാണ് അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. Okay, and it is found in the abdomen in the form of multiple folds and coils. ഇത് എങ്ങനെയാണ് കാണപ്പെടുന്നത് ഫോൾഡ്സ് അല്ലേ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ചുറ്റിയാണ് കാണപ്പെടുന്നത്. അപ്പോൾ നമ്മളിതിങ്ങനെ ഈ സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്താണ് നമ്മുടെ സ്റ്റൊമക്കിൽ എങ്ങനെയാണ് അല്ലെങ്കിൽ സ്മോൾ ഇൻറ്റസ്റ്റൈനിൻ്റെ ഷേപ്പ് എന്താണ് ഫോൾഡ്സ് ആൻഡ് കോയിൽസ് ആയിട്ടാണ് കാണപ്പെടുന്നത്. നമ്മൾ അതിൽ നിന്ന് എടുത്ത് നിവർത്തി നോക്കിയാൽ അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് വാട്ട് അബൌട്ട് ദ ലെങ്ത് ഇറ്റ് ഈസ് 5 to 6 meter long 5 മുതൽ 6 മീറ്റർ വരെ നീളം അതിന് ഉണ്ട് ലെങ്ത് അതിനുണ്ട്. Okay, and very slowly through the small intestine food moves very slowly through the small intestine. Small intestineലൂടെ ഫുഡ് വളരെ സ്ലോ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. And the completion of digestion and the absorption of food starts in the stomach. അതായത് ഡൈജഷൻ ഏകദേശം എവിടെ കംപ്ലീറ്റ് ആവുന്നു ഡൈജഷൻ ഈസ് കംപ്ലീറ്റഡ് ഇൻ ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ഡൈജഷൻ കംപ്ലീറ്റഡ് ആവുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ് ആൻഡ് ദ അബ്സോർപ്ഷൻ ഫുഡിൻ്റെ അബ്സോർപ്ഷൻ എവിടെയാണ് നടക്കുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ അപ്പോൾ എന്താണ് പറഞ്ഞത് അതായത് ഫുഡിൻ്റെ ഡൈജഷൻ കംപ്ലീറ്റ് ആവുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈനിലും അതിൻ്റെ അബ്സോർപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതും സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ്. ഓക്കെ ആൻഡ് ഫ്രം ദ സ്റ്റൊമക്ക് ദ ഫുഡ് ഇൻ ദ പേസ്റ്റ് ഫോം എൻറ്റേഴ്സ് ദ ഡ്യൂഡിനം. ഡ്യൂഡിനോ എന്ന് പറയുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഇനിഷ്യൽ പാർട്ട് ആദ്യത്തെ പാർട്ടാണ് ഡ്യൂഡിനോ എന്ന് പറയുന്നത്. ഓക്കെ അപ്പം ഡ്യൂഡിനത്തിൽ സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഫസ്റ്റ് പാർട്ടായിട്ടുള്ള ഇനിഷ്യൽ പാർട്ടായിട്ടുള്ള ഡ്യൂഡിനത്തിലാണ് ഫസ്റ്റ് ഫുഡ് എത്തുന്നത്. ഈ പേസ്റ്റ് ഫോമിലാണ് ഫുഡ് ദ ഫുഡ് ഈസ് ഇൻ ദ പേസ്റ്റ് ഫോം വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ മൂവ്മെൻറ്റ് കോൾഡ് പെരിസ്റ്റാൾസിസ് ആൻഡ് the food reaches to the initial part of the small intestine called duodenum. ഓക്കെ ഡ്യൂഡിനോ എന്ന് പറയുന്ന അതിൻ്റെ ഇനിഷ്യൽ പാർട്ടിലേക്ക് ഫുഡ് എത്തിച്ചേരുന്നു. ആൻഡ് ദ ഡൈജസ്റ്റീവ് ജ്യൂസ് സെക്രീറ്റഡ് ബൈ ദ ലിവർ. അപ്പോൾ ലിവറും പാൻക്രിയാസും എന്ത് ചെയ്യുന്നു ഡൈജസ്റ്റീവ് ജ്യൂസിനെ അല്ലേ അപ്പം ഡൈജസ്റ്റീവ് ജ്യൂസ് സെക്രീറ്റ് ചെയ്യുന്ന ആരാണ് ഡൈജസ്റ്റീവ് ജ്യൂസ് സെക്രീറ്റഡ് ബൈ ദ പാൻക്രിയാസ് ആൻഡ് ലിവർ. ഡൈജസ്റ്റീവ് ജ്യൂസ് ആരാണ് സെക്രീറ്റ് ചെയ്യുന്നത് ഡൈജസ്റ്റീവ് ജ്യൂസ് ആർ സെക്രീറ്റഡ് ബൈ ദ പാൻക്രിയാസ് ആൻഡ് ലിവർ. പാൻക്രിയാസും ലിവറും ആണ് എന്തിനെ സെക്രീറ്റ് ചെയ്യുന്നത് ഡൈജസ്റ്റീവ് ജ്യൂസിനെ സെക്രീറ്റ് ചെയ്യുന്നത്. ആൻഡ് ദിസ് ഈ ഡൈജസ്റ്റീവ് ജ്യൂസിൽ കുറേ എന്താണ് so the enzymes in this juices act upon partially digested food and enhance the process of ഡൈജഷൻ. അപ്പോൾ ഈ ജ്യൂസസ് ഉണ്ടല്ലോ ഡൈജസ്റ്റീവ് ജ്യൂസസിൽ കുറേ എൻസൈംസ് ഉണ്ട് അത് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു ദ എൻസൈം പ്രസൻറ്റ് ഇൻ ദ ഡൈജസ്റ്റീവ് ജ്യൂസ് ആൾസോ ഹെൽപ്പ് ഇൻ ദ പ്രോസസ് ഓഫ് ഡൈജഷൻ പ്രോസസ്സിൽ അത് ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ ആൻഡ് അപ്പോൾ ലിവറും പാൻക്രിയാസും എന്തെന്ന് പറഞ്ഞു ലിവറും പാൻക്രിയാസും ഡൈജസ്റ്റീവ് ജ്യൂസിനെ സെക്രീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞല്ലേ ദ ലിവർ ആൻഡ് പാൻക്രിയാസ് സെക്രീറ്റ് ദ ഡൈജസ്റ്റീവ് ജ്യൂസസ്. സോ എന്താണ് ലിവർ എൻസൈംസ് ആർ ആബ്സെൻറ്റ് ഇൻ ദ ബൈൽ സെക്രീറ്റഡ് ബൈ ദ ലിവർ. അപ്പോൾ ലിവർ സെക്രീറ്റ് ചെയ്യുന്ന ദ ബൈൽ സെക്രീറ്റഡ് ബൈ ദ ലിവർ ബൈൽ പ്രൊഡ്യൂസ് നമ്മൾ പിത്തരസം എന്നൊക്കെ പറയും പിത്തരസം എന്ന് പറയും. സോ ദിസ് ബൈൽ ഈസ് സെക്രീറ്റഡ് ബൈ ദ ലിവർ. ബൈൽ ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലിവറാണ്. സോ ബട്ട് ദ എൻസൈംസ് ആർ ആബ്സെൻറ്റ് ഇൻ ദ ബൈൽ സെക്രീറ്റഡ് ബൈ ദ ലിവർ. ആ ബൈലിൽ എന്ത് ആബ്സെൻ്റ് ആണ് വാട്ട് ഈസ് ആബ്സെൻറ്റ് ദെയർ ദ എൻസൈംസ് ആർ
absent there, and it helps in digestion by breaking down fat into smaller particles and making the food alkaline. അപ്പോൾ ഇതെങ്ങനെയാണ് ഹൗ ദ ലിവർ ഹെൽപ്സ് ഇൻ ദ പ്രോസസ് ഓഫ് ഡൈജഷനിൽ എങ്ങനെയാണ് ലിവർ ഹെൽപ്പ് ചെയ്യുന്നത്? ലിവർ എന്ത് ചെയ്യുന്നു? ദ ലിവർ ബ്രേക്കിംഗ് ഡൗൺ ഫാറ്റ് ഇൻറ്റു സ്മോളർ പാർട്ടിക്കിൾസ്, ഫാറ്റിനെ എന്ത് ചെയ്യുന്നു? സ്മോളർ പാർട്ടിക്കിൾസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു, ഫാറ്റ് ഇൻറ്റു സ്മോളർ പാർട്ടിക്കിൾസ്. ഓക്കെ, സോ ദ ലിവർ converts fat into smaller particles. Smaller particles ആക്കി മാറ്റുന്നു. ആരാണ്? ലിവർ. സോ ദ ബൈൽ സെക്രീറ്റഡ് ബൈ ദ ലിവർ ആർ എൻസൈം ആബ്സെൻറ്റ്. അതായത് എൻസൈം ലിവർ സെക്രീറ്റ് ചെയ്യുന്ന ബൈൽ എന്ത് ആബ്സെൻ്റ് ആണ്? എൻസൈംസ് ആബ്സെൻ്റ് ആണ്. ആൻഡ് ഇറ്റ് ഹെൽപ്സ് ഡൈജഷൻ ബൈ ബ്രേക്കിംഗ് ഡൗൺ ഫാറ്റ് ഇൻ ടു സ്മോളർ പാർട്ടിക്കിൾസ്. ഫാറ്റിനെ സ്മോളർ പാർട്ടിക്കിൾസ് ആക്കിയിട്ട് ഫാറ്റിനെ എന്ത് ചെയ്യുന്നു? ഫാറ്റിനെ എന്താക്കി മാറ്റുന്നു? സ്മോളർ പാർട്ടിക്കിൾസ് ആക്കി മാറ്റുന്നു. ഓക്കെ, ആൻഡ് മേക്ക് ദ ഫുഡ് ആൽക്കലൈൻ. പിന്നെ എന്തും ചെയ്യുന്നു? മേക്ക് ദ ഫുഡ് ആൽക്കലൈൻ. ഫുഡ് ആൽക്കലൈൻ ആക്കി മാറ്റുന്നു അല്ലേ? ഫുഡ് മേക്കിംഗ് ദ ഫുഡ് ആൽക്കലൈൻ ബൈ ദ ബൈൽ സെക്രീറ്റഡ് ബൈ ദ ലിവർ. ഓക്കെ, ആൻഡ് ദ ബൈൽ സെക്രീറ്റഡ് ബൈ ദ ലിവർ ഈസ് സ്റ്റോർഡ് ഇൻ ദ ഗാൾ ബ്ലാഡർ. ഇത് എവിടെയാണ്? ഈ ബൈൽ എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്? ഗാൾ ബ്ലാഡറിലാണ്. ഓക്കെ, കിഡ്നിയിലാണ് എന്താണ്? ഗാൾ ബ്ലാഡർ. ഓക്കെ, സോ ദ ബൈൽ സെക്രീറ്റഡ് ബൈ ദ ലിവർ ഈസ് സ്റ്റോർഡ് ഇൻ ദ ഗാൾ ബ്ലാഡർ. ഗാൾ ബ്ലാഡറിലാണ് എന്താണ്? ഗാൾ ബ്ലാഡറിലാണ് ഈ എന്താണ് ലിവർ സെക്രീറ്റ് ചെയ്യുന്ന ബൈൽ സ്റ്റോർ ചെയ്യുന്നത്. സോ ദ ബൈൽ സെക്രീറ്റഡ് ബൈ ദ ലിവർ ഈസ് സ്റ്റോർഡ് ഇൻ ദ ഗാൾ ബ്ലാഡർ. ഗാൾ ബ്ലാഡറിൽ എന്ത് ചെയ്യുന്നു? ഇതിനെ സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ, ആൻഡ് പാൻക്രിയാസ്. പാൻക്രിയാസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഗ്ലാൻഡ് ആണ്. ആൻഡ് സെക്രീറ്റ്സ് പാൻക്രിയാറ്റിക് ജ്യൂസ്. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് പാൻക്രിയാസ്? പാൻക്രിയാസ് സെക്രീറ്റ് ജ്യൂസിനെ പാൻക്രിയാറ്റിക് ജ്യൂസിനെ സെക്രീറ്റ് ചെയ്യുന്നു. ആൻഡ് ബൈൽ ആൻഡ് ദ പാൻക്രിയാറ്റിക് ജ്യൂസ് റീച്ച് ദ ഡ്യൂഡിനം ത്രൂ ദ കോമൺ ഡക്റ്റ്. കോമൺ ഡക്റ്റ് എന്ന് പറയുന്നൊരു പാർട്ടുണ്ട്. സോ ദ ബൈലും അതുപോലെ തന്നെ എന്താണ് ഈ പിന്നെ റീച്ച് ദ പാൻക്രിയാറ്റിക് ജ്യൂസ് ആൻഡ് ബൈൽ. പാൻക്രിയാസ് ആണ് പാൻക്രിയാറ്റിക് ജ്യൂസിനെ സെക്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ പാൻക്രിയാറ്റിക് ജ്യൂസും ബൈലും സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ എത്തുന്നത് എങ്ങനെയാണ്? കോമൺ ഡക്റ്റിലൂടെ. ത്രൂ ദ കോമൺ ഡക്റ്റ് ബൈൽ ആൻഡ് പാൻക്രിയാറ്റിക് ജ്യൂസ് റീച്ച് ദ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ കോമൺ ഡക്റ്റ് വഴിയാണ് എന്തെത്തുന്നത്? പാൻക്രിയാറ്റിക് ജ്യൂസും ബൈലും എത്തുന്നത്. ഓക്കെ, സോ അതായത് ഈ പാൻക്രിയാറ്റിക് ജ്യൂസും പിന്നെ ബൈലും എവിടെയാണ് എത്തുന്നത്? സ്മോൾ ഇൻറ്റസ്റ്റൈനിലെ ഡ്യൂഡിനം എന്ന് പറയുന്ന പാർട്ടിലാണ്. Okay, so the enzymes are absent in the bile secreted by the liver, and it converts fat into smaller particles and makes the food alkaline ആക്കി മാറ്റുന്നു. And the bile and the ബൈലും അതുപോലെ തന്നെ പാൻക്രിയാറ്റിക് ജ്യൂസും. ദ ബൈൽ ആൻഡ് ദ പാൻക്രിയാറ്റിക് ജ്യൂസ് റീച്ചസ് ടു ദ ഇനിഷ്യൽ പാർട്ട് ഓഫ് ദ ഡ്യൂഡിനം ത്രൂ ദ കോമൺ ഡക്റ്റ്. ഇനിഷ്യൽ പാർട്ട് ഓഫ് ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ഏതാണ് ഇനിഷ്യൽ പാർട്ട് ഓഫ് ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്നത്? ഡ്യൂഡിനം ആണ്. അപ്പം ഡ്യൂഡിനത്തിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്? കോമൺ ഡക്റ്റ് വഴിയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു പാൻക്രിയാറ്റിക് ജ്യൂസ് അല്ലേ? സോ ദിസ് ഇൻ പാൻക്രിയാറ്റിക് ജ്യൂസ് ദെയർ ആർ സർട്ടൻ എൻസൈംസ് ആർ പ്രസൻറ്റ്. ചില എൻസൈംസുകളുണ്ട്. നമ്മൾ ഗ്യാസ്ട്രിക് ജ്യൂസിൽ പറഞ്ഞല്ലേ വാട്ട് ആർ ദ എൻസൈംസ് ഇൻ ദ ഗ്യാസ്ട്രിക് ജ്യൂസ്? ഗ്യാസ്ട്രിക് ജ്യൂസിലുള്ള എൻസൈംസ് ഏതൊക്കെയായിരുന്നു? പെപ്സിൻ എൻസൈമും ഗ്യാസ്ട്രിക് ലിപ്പേഴ്സ് എൻസൈം അല്ലേ? ഇൻ ഗ്യാസ്ട്രിക് ജ്യൂസ് ദെയർ ആർ 2 enzymes are there, pepsin enzyme, gastric lippase enzyme. Like that, the pancreas also secrete pancreatic juice. In pancreatic juice there are certain enzymes are present. കുറച്ച് എൻസൈംസ് ഉണ്ട്. അത് ഏതൊക്കെയാണ്? പാൻക്രിയാറ്റിക് അമിലേസ്, ട്രിപ്സിൻ, പിന്നെന്താണ്? പാൻക്രിയാറ്റിക് ലിപ്പേസ്. ഓക്കെ, സോ ഇൻ pancreatic juice there are 3 enzymes are present. ഏതൊക്കെയാണ്? പാൻക്രിയാറ്റിക് അമിലേസ്. So what are the enzymes? Pancreatic amylase. പിന്നെ ഏതാണ്? പാൻക്രിയാറ്റിക് അമിലേസ് ഉണ്ട്. ട്രിപ്സിൻ. എന്താണ്? ട്രിപ്സിൻ. Then another enzymes is the pancreatic lipase. അപ്പം ഏതൊക്കെ എൻസൈംസ് ആണ്? പാൻക്രിയാറ്റിക് അമിലേസ്, ട്രിപ്സിൻ, പാൻക്രിയാറ്റിക് ലിപ്പേസ്. ഓക്കെ, പാൻക്രിയാറ്റിക് lipase. So how the enzymes help in digestionly ഈ enzymes എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? Okay, these enzymes are secreted by pancreatic juice, and this enzymes helps in the process of digestion. How it helps? ഇതെങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു? അതായത് സ്റ്റാർച്ചിനെ എന്താണ്? സ്റ്റാർച്ച് അല്ലേ?
സ്റ്റാർച്ചിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? സ്റ്റാർച്ച് ഈസ് കൺവേർട്ടഡ് ഇൻറ്റു വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൻസൈം പാൻക്രിയാറ്റിക് അമിലേസ് സ്റ്റാർച്ച് ഈസ് കൺവേർട്ടഡ് ഇൻറ്റു വാട്ട്? മാൾട്ടോസ്. അല്ലേ? സ്റ്റാർച്ചിനെ എന്താക്കി മാറ്റുന്നു? മാൾട്ടോസ്. ഓക്കെ, സ്റ്റാർച്ച് എന്തായി മാറുന്നു? മാൾട്ടോസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് പാൻക്രിയാറ്റിക് അമിലേസ്. ഇതെല്ലാം എന്താണ്? പാൻക്രിയാറ്റിക് ജ്യൂസുകളാണ്. പാൻക്രിയാറ്റിക് ജ്യൂസിലുള്ള എൻസൈംസ് ആണ്. ഓക്കെ, സോ ദ സ്റ്റാർച്ച് ഈസ് കൺവേർട്ടഡ് ഇൻറ്റു വാട്ട്? മാൾട്ടോസ്. ദെൻ പ്രോട്ടീൻ. അല്ലേ? പ്രോട്ടീൻ ട്രിപ്സിൻ്റെ സഹായത്തോടെ എന്തായി മാറുന്നു? വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ എൻസൈം ട്രിപ്സിൻ പ്രോട്ടീൻ ഈസ് കൺവേർട്ടഡ് ഇൻറ്റു പെപ്റ്റൈഡ്. പ്രോട്ടീൻ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? പെപ്റ്റൈഡ്. ദ പ്രോട്ടീൻ ഈസ് കൺവേർട്ടഡ് ഇൻറ്റു വാട്ട്? ദ പ്രോട്ടീൻ ഈസ് കൺവേർട്ടഡ് ഇൻറ്റു പെപ്റ്റൈഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൻസൈം ട്രിപ്സിൻ. ആൻഡ് ഫാറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് പാൻക്രിയാറ്റിക് ലിപ്പേസ്. പാൻക്രിയാറ്റിക് ലിപ്പേസിൻ്റെ ഹെൽപ്പോടുകൂടി ഫാറ്റിനെ എന്താക്കി മാറ്റുന്നു? ഫാറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻറ്റു ഫാറ്റി ആസിഡ് പ്ലസ് ഗ്ലിസറോൾ. ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആയി മാറുന്നു. ഓക്കെ, ഫാറ്റി ആസിഡ് പ്ലസ് glycerol. How the pancreatic juice helps in the process of digestion? In pancreatic juice there are 3 enzymes are present: pancreatic amylase, trypsin, pancreatic lipase. So here the starch with the help of pancreatic amylase, starch is converted into maltose, it's a sugar, and trypsin with the help of trypsin protein is converted into what? Protein is converted into peptide, and with the help of pancreatic lipase the fat is converted into fatty acid plus glycerol. ഓക്കെ, അപ്പം പാൻക്രിയാറ്റിക് ജ്യൂസും എന്തിൽ ഹെൽപ്പ് ചെയ്യുന്നു? ദ പാൻക്രിയാറ്റിക് ജ്യൂസ് ഈസ് സെക്രീറ്റഡ് ബൈ പാൻക്രിയാസ് ആൻഡ് ദ പാൻക്രിയാറ്റിക് ജ്യൂസ് ആൾസോ ഹെൽപ്പ് ഇൻ ദ പ്രോസസ് ഓഫ് ഡൈജഷൻ. ഇറ്റ് കണ്ടെയ്ൻസ് 3 enzymes: പാൻക്രിയാറ്റിക് അമിലേസ്, ട്രിപ്സിൻ, പാൻക്രിയാറ്റിക് ലിപ്പേസ്. ഓക്കെ, ഇനി നമ്മൾ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഫുഡ് എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്യാണ്. ഫുഡ് ഈസ് മൂവ് ഫോർവേഡ് ഫ്രം ദ ഡ്യൂഡിനം, ഇറ്റ് ഗെറ്റ് മിക്സ്ഡ് വിത്ത് ദ ഇൻറ്റസ്റ്റൈനൽ ജ്യൂസ്. അപ്പം ഡ്യൂഡിനത്തിലെത്തി ഫുഡ്, അപ്പോൾ എന്ത് ചെയ്യുന്നു? ഒരു ഇൻറ്റസ്റ്റൈനൽ ജ്യൂസുമായിട്ട് മിക്സ് ചെയ്യുന്നു. അപ്പം നമ്മൾ ഏതൊക്കെ ജ്യൂസ് പഠിച്ചു? ഗ്യാസ്ട്രിക് ജ്യൂസ്, പാൻക്രിയാറ്റിക് ജ്യൂസ്. നൗ we are going to learn about the intestinal juice. അപ്പോൾ ഫുഡ് എവിടെ എത്തി? The food reaches to the duodenum. ഡ്യൂഡിനത്തിലെത്തി. The initial part of the small intestine is called duodenum, and the food reaches to the initial part called duodenum, and the food is mixed with അല്ലേ? The food is mixed with what? The food is mixed with the intestinal juice. അപ്പോൾ നമ്മൾ ഗ്യാസ്ട്രിക് ജ്യൂസ് പഠിച്ചു, then pancreatic juice, now intestinal juice. But the food is mixed with the intestinal juice when it reaches to the intestine. Intestinal juice ആയിട്ട് മിക്സ് ചെയ്തിട്ട് അവിടെ എന്ത് ചെയ്യുന്നു? ഈ ഫുഡിന് കുറേ മാറ്റങ്ങൾ. There are so many changes that takes place inside the small intestine also. അപ്പോൾ സ്മോൾ ഇൻറ്റസ്റ്റൈനിലും എന്ത് ചെയ്യുന്നു? ഫുഡിനെ. അപ്പോൾ ഫുഡ് ഇങ്ങനെ വളരെ കോംപ്ലക്സ് ആയിരുന്നു. അപ്പോൾ ഫുഡിനെ എന്ത് ചെയ്യുന്നു? ഓരോ എൻസൈമുകൾ ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് വളരെ സിംപിളർ ഫോമിലോട്ടാക്കി മാറ്റാൻ പോവുകയാണ്. അപ്പം കുറേ എൻസൈംസ് അതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് നമ്മളെ ഗ്യാസ്ട്രിക് ജ്യൂസിൽ there are certain enzymes are present in the gastric juice. Then there are certain enzymes present in the pancreatic juice. Now the food is going to mixed with the intestinal juice. Intestinal ജ്യൂസുമായിട്ട് എന്ത് ചെയ്യാൻ പോവുകയാണ്? അപ്പോൾ അത്രയും കോംപ്ലക്സ് ആയിട്ടിരുന്ന ഫുഡ് എന്ത് ചെയ്യാൻ പോവുകയാണ്? വളരെ സിംപിളർ ഫോമിലാക്കി മാറാൻ പോവുകയാണ്. അല്ലേ? ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ വളരെ കോംപ്ലക്സ് ആണ്. അതിനെ ഓരോന്നിങ്ങനെ എൻസൈംസിൻ്റെയും അതുപോലെ തന്നെ ഓരോ മൂവ്മെൻറ്റിൻ്റെയൊക്കെ സഹായത്തോടുകൂടി ഫുഡ് ഇങ്ങനെ പേസ്റ്റ് ഫോമിലായി പിന്നീട് എന്ത് ചെയ്യുന്നു? അതിനകത്ത് നിന്ന് ഓരോ ഫാക്ടർ കൺവേർട്ട് ചെയ്ത് ഇങ്ങനെ ഫുഡ് അതിൻ്റെ ഏറ്റവും സിംപിളർ ഫോമിലേക്ക് മാറാൻ ട്രൈ ചെയ്യുകയാണ്. ഓക്കെ, സോ ഇപ്പോൾ ഫുഡ് നമ്മൾ ഇൻറ്റസ്റ്റൈനിലെത്തി. ദ ഫുഡ് ഈസ് മിക്സ്ഡ് വിത്ത് ദ ഇൻറ്റസ്റ്റൈനൽ ജ്യൂസ്. അപ്പോൾ എന്ത് ചേഞ്ചസ് ഒക്കെയാണ് നടക്കുന്നത്? സോ ഡിഫറെൻറ്റ് എൻസൈംസ് ആർ പ്രസൻറ്റ് ഇൻ ദ ഇൻറ്റസ്റ്റൈനൽ ജ്യൂസ് ഓൾസോ. നമ്മൾ കുറേ എൻസൈംസ് പഠിച്ചു: പാൻക്രിയാറ്റിക് ലിപ്പേസ്, പാൻക്രിയാറ്റിക് അമിലേസ്, പെപ്സിന്, അല്ലേ? അപ്പം ഈ ഇൻറ്റസ്റ്റൈനൽ ജ്യൂസിലും ഉണ്ട്. എന്തുണ്ട്? ഇൻ ദ ഇൻറ്റസ്റ്റൈനൽ ജ്യൂസ് ദർ ഈസ് ദ പ്രസൻസ് ഓഫ് എൻസൈംസ്. കുറേ എൻസൈംസ് ഉണ്ട്. ഏതൊക്കെ എൻസൈംസ് ആണ് ഇൻറ്റസ്റ്റൈനൽ ജ്യൂസിലുള്ളത്? പിന്നീട് എന്താണ്? കുറേ എൻസൈംസ് ഉണ്ട്. അത് മാൾട്ടോസ്, ലാക്ടോസ് ആൻഡ് ഷുഗർ ഇൻറ്റു സിംപ്ലർ ഫോംസ് ലൈക്ക് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് ആൻഡ് ഗാലക്ടോസ്. അതായത് ഈ എൻസൈംസ്, ഇൻറ്റസ്റ്റൈനൽ ജ്യൂസിലുള്ള എൻസൈംസ് എന്ത് ചെയ്യുന്നു? അതായത് സൂക്രോസിനെയും അതുപോലെ തന്നെ മാൾട്ടോസിനെയും ലാക്ടോസിനെയൊക്കെ എന്ത് ചെയ്യുന്നു? കൺവേർട്ട് ചെയ്യുന്നു. അല്ലേ? സോ സം ഓഫ് പ്രസൻറ്റ് ഇൻ അതായത് ഡിഫറെൻറ്റ് എൻസൈംസ് ആർ പ്രസൻറ്റ് ഇൻ ദ ഇൻറ്റസ്റ്റൈനൽ ജ്യൂസ്, സം ഓഫ് വിച്ച് കൺവേർട്ട് maltose, lactose and sugar into simpler forms like glucose, fructose and
ഗാലക്ടോസ്. അപ്പം ഏതൊക്കെ ഷുഗറിനെയാണ്? മാൾട്ടോസിനെയും ലാക്ടോസിനെയും ഗാലക്ടോസിനെയും കേട്ടോ. മാൾട്ടോസ്, ലാക്ടോസ്, ഗാലക്ടോസ്. ഇപ്പം ഇൻഡസ്റ്റൈനൽ ജ്യൂസ് എന്ത് ചെയ്യുന്നു? ഫുഡിനകത്തുള്ള ഈ മാൾട്ടോസിനെയും ഫ്രക്ടോസ് ഓക്കെ ഫ്രക്ടോസിനെയും ഒക്കെ എന്ത് ചെയ്യുന്നു? ഫ്രക്ടോസ്. അപ്പോൾ ഈ ഫ്രക്ടോസിനെയൊക്കെ ഫുഡ് എന്ത് ചെയ്യുന്നു? വീണ്ടും എന്ത് ചെയ്യുന്നു? അഗൈൻ ആൻഡ് അഗൈൻ ഇറ്റ് ബിക്കം കൺവേർട്ടഡ് ഇൻ ടു സിംപ്ലർ ഫോം വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഇൻഡസ്റ്റൈനൽ ജ്യൂസ് പ്രസൻറ്റ് ഇൻ ദ ഇൻഡസ്റ്റൈൻ. അപ്പോൾ എന്തായി മാറുന്നു? ഇത് കൺവേർട്ട് മാൾട്ടോസ്, ഫ്രക്ടോസ് എന്താണ് എന്തൊക്കെയായിട്ട് മാറുന്നു? ജ്യൂസ് സം ഓഫ് ദിസ് മാൾട്ടോസ്, ലാക്ടോസ് ആൻഡ് പിന്നെ ഷുഗർ, സൂക്രോസ് ഇൻ ടു സിംപ്ലർ ഫോം ലൈക്ക് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് ആൻഡ് ഫാറ്റി ആസിഡ്സ്. അതായത് ഈ ഇൻഡസ്റ്റൈനൽ ജ്യൂസ് എന്ന് പറയുന്നത് എന്തിനെയൊക്കെ കൺവേർട്ട് ചെയ്യുന്നു? അതായത് എന്താണ്? ഫ്രക്ടോസ് അല്ല, ലാക്ടോസ്. ഓക്കെ, മാൾട്ടോസിനെയും ലാക്ടോസിനെയും ഗാലക്ടോസിനെയൊക്കെ എന്താക്കി മാറ്റുന്നു? വിച്ച് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഫോംസ് ലൈക്ക് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് ആൻഡ് ഗാലക്ടോസ്. ഗ്ലൂക്കോസും അതായത് മാൾട്ടോസിനെയും അതുപോലെ തന്നെ മാൾട്ടോസ്, ലാക്ടോസ് ആൻഡ് സൂക്രോസ്. ഓക്കെ, ലാക്ടോസും സൂക്രോസും ഏതൊക്കെയാണ്? മാൾട്ടോസ്, ലാക്ടോസ്, സൂക്രോസ്. മാൾട്ടോസിനെയും ലാക്ടോസിനെയും സൂക്രോസിനെയും വീണ്ടും സിംപ്ലർ ഫോംസ് ആയിട്ടുള്ള ഏതിലേക്ക് മാറ്റുന്നു? ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് ആൻഡ് ഗാലക്ടോസ്. So with the help of the intestinal juice present in the intestine, the maltose, lactose, sucrose is converted into glucose, fructose, galactose. മനസ്സിലായി? അതായത് ഫുഡിനെ വീണ്ടും എന്താക്കി മാറ്റുവാണ്? സിംപ്ലർ ഫോംസിലാക്കി മാറ്റുവാണ്. അപ്പോൾ ഫുഡിലുള്ള മാൾട്ടോസിനെയും ലാക്ടോസിനെയും സുക്രോസിനെയും എന്ത് ചെയ്യുന്നു? ഈ ഇൻഡസ്റ്റൈനൽ ജ്യൂസ് ഗ്ലൂക്കോസും ഫ്രക്ടോസും ഗാലക്ടോസും ആക്കി മാറ്റുന്നു. ഓക്കെ, സോ എന്താണ്? അനദർ സെറ്റ്സ് ഓഫ് എൻസൈം കൺവേർട്സ് പെപ്റ്റൈഡ്സ് ടു അമിനോ ആസിഡ്സ്. പെപ്റ്റൈഡിനെ എന്താക്കി മാറ്റുന്നു? അമിനോ ആസിഡ് ആക്കി മാറ്റുന്നു. അപ്പം എന്താണ്? ഫുഡ് നമ്മൾ കഴിക്കുമ്പോൾ വെൻ വി ഈറ്റ് ദ ഫുഡ് ഈസ് വെരി കോംപ്ലെക്സ് അല്ലേ? ഫുഡ് നമ്മൾ കഴിക്കുന്ന സമയത്ത് ഫുഡ് എന്ന് പറയുമ്പോൾ വളരെ കോംപ്ലെക്സ് ആണ്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് സർട്ടൻ എൻസൈംസ് പ്രസൻറ്റ് ഇൻസൈഡ് അവർ ബോഡി അല്ലെങ്കിൽ എന്താ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ കുറേ എൻസൈംസ് ഉണ്ട്, ജ്യൂസസ് ഉണ്ട്. ആ ജ്യൂസസിനകത്തൊക്കെ എന്താ ഉണ്ട്? എൻസൈംസ് ഉണ്ട്. അപ്പോൾ എൻസൈംസ് എന്ത് ചെയ്യുന്നു? ആ കോംപ്ലെക്സ് ആയിട്ടുള്ള കമ്പോണൻസിനെ എന്താക്കി മാറ്റുന്നു? സിംപ്ലർ ആയിട്ട് മാറ്റുന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് സർട്ടൻ എൻസൈംസ്. ഓക്കെ, സോ ഫൈനലി എന്തൊക്കെയായിരുന്നു അതിൻ്റെ ഈ ഡ്യൂഡിനത്തിൽ വെച്ചിട്ട് ഫുഡിന് എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു? നമുക്ക് അത് ഫൈനലൈസ് ചെയ്യാം. എന്തൊക്കെ മാറ്റമാണ് ഫുഡ് മാറുന്നത്? ഓക്കെ, സോ കാർബോഹൈഡ്രേറ്റ് നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഫുഡിനകത്ത് എന്തുമായിരുന്നു? കാർബോഹൈഡ്രേറ്റ്. സോ the carbohydrate is converted into what? The carbohydrate the end product എന്ന് പറയുമ്പം ഡൈജഷൻ്റെ അവസാനമുള്ള കാർബോഹൈഡ്രേറ്റിൻ്റെ എൻഡ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് എന്തായിട്ടാണ് ഡൈജഷൻ്റെ അവസാനം മാറുന്നത്? ദ കാർബോഹൈഡ്രേറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് ആൻഡ് ഗാലക്ടോസ്. അപ്പം എന്തൊക്കെയായിട്ട് മാറി? ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്. Okay, glucose, fructose and the carbohydrate present in the food. When we eat the food contain carbohydrate, finally the carbohydrate after digestion, at the end of the digestion, carbohydrate is converted into glucose, fructose and galactose. Carbohydrate മാത്രമല്ലല്ലോ, ഇനി പ്രോട്ടീൻ ഇല്ലേ? സോ നമ്മൾ പറഞ്ഞ പ്രോട്ടീൻ എവിടെ? പെപ്റ്റൈഡായിട്ട് മാറിയായിരുന്നു അല്ലേ? പ്രോട്ടീൻ കൺവേർട്ടഡ് ഇൻ ടു പെപ്റ്റൈഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് പാൻക്രിയാറ്റിക് ജ്യൂസിൻ്റെ സഹായത്തോടു കൂടി പ്രോട്ടീൻ അല്ലേ? പാൻക്രിയാറ്റിക് ജ്യൂസിലുള്ള ട്രിപ്സിൻ്റെ ഹെൽപ്പോടുകൂടി എന്താണ് പ്രോട്ടീൻ എന്ന് പറയുന്നത് എന്തായിട്ട് മാറിയായിരുന്നു? പെപ്റ്റൈഡായിട്ട് മാറി. പിന്നീട് ഫൈനൽ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡൈജഷൻ ദ പ്രോട്ടീൻ ഈസ് ഇൻ ദ എൻസൈംസ് പ്രസൻറ്റ് ഇൻ ദ ഇൻഡസ്റ്റൈനൽ ജ്യൂസിലുള്ള എൻസൈംസിൻ്റെ സഹായത്തോടു കൂടി പെപ്റ്റൈഡ് ആയിരുന്ന പ്രോട്ടീൻ പിന്നീട് എന്തായിട്ട് കൺവേർട്ട് ചെയ്തു? ദ പ്രോട്ടീൻ ഈസ് കൺവേർട്ടഡ് ഇൻ ടു അമിനോ ആസിഡ്. ഓക്കെ, പ്രോട്ടീൻ്റെ ബേസിക് യൂണിറ്റ് ആണ് അമിനോ ആസിഡ് എന്ന് പറയുന്നത് അല്ലേ? അമിനോ ആസിഡ്സ് കമ്പൈൻസ് ടു ഫോം ദ പ്രോട്ടീൻ. സോ ദ പ്രോട്ടീൻ ഈസ് കൺവേർട്ടഡ് ഇൻ ടു അമിനോ ആസിഡ് അറ്റ് ദ എൻഡ്. ഡൈജഷൻ്റെ എൻഡിൽ പ്രോട്ടീൻ എന്തായിട്ട് മാറുന്നു? അമിനോ ആസിഡായിട്ട് മാറുന്നു. ദെൻ ഫാറ്റ്.
So with the help of the intestinal juice, അല്ലെ, intestinal ജ്യൂസിലെ എൻസൈംസിൻ്റെ സഹായത്തോടു കൂടി ഫാറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻറ്റു ഫാറ്റി ആസിഡ് പ്ലസ് ഗ്ലിസറോൾ. ഫാറ്റി ആസിഡും ഗ്ലിസറോളുമായിട്ട് മാറുന്നു. ഫാറ്റി ആസിഡ് പ്ലസ് ഗ്ലിസറോൾ. ഓക്കെ, സോ എന്തായിരുന്നു കോംപ്ലക്സ് ഫുഡായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്, ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്. ദ കാർബോഹൈഡ്രേറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻറ്റു ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, ആൻഡ് ദെൻ ദ protein is converted into amino acid with the help of digestive enzymes present in the intestinal juice. Intestinal juice ഉള്ള എൻസൈംസിൻ്റെ സഹായത്തോടു കൂടി പെപ്റ്റൈഡ് പ്രോട്ടീൻ പെപ്റ്റൈഡായിട്ട് മാറിയിരുന്നു. പിന്നീട് പെപ്റ്റൈഡ് എന്തായിട്ട് മാറി? അമിനോ ആസിഡ്. ദാറ്റ് ഈസ് പ്രോട്ടീൻ ഈസ് കൺവേർട്ടഡ് ഇൻറ്റു അമിനോ ആസിഡ്. ദെൻ the fat is converted into fatty acid plus glycerol. fatty acidum glycerolum ആയിട്ട് മാറി at the end of the digestion. അല്ലെങ്കിൽ ഡൈജഷൻ്റെ എൻഡ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഫുഡിലുള്ള കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഫാറ്റും ഒക്കെ എന്തായിട്ട് മാറി? കാർബോഹൈഡ്രേറ്റ്, ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, ദെൻ പ്രോട്ടീൻ, അമിനോ ആസിഡ്, ഫാറ്റി ആസിഡ് പ്ലസ് ഗ്ലിസറോൾ. അപ്പോൾ എന്താണ് ഡൈജഷൻ്റെ കോംപ്ലക്സ്? വാട്ട് ഈസ് ദ പ്രോസസ് ഓഫ് ഡൈജഷൻ? ദ പ്രോസസ് ഓഫ് ഡൈജഷൻ ഈസ് ദ കൺവേർഷൻ ഓഫ് കോംപ്ലക്സ് ഫുഡ് മെറ്റീരിയൽസ് ഇൻ ടു സിംപ്ലർ ഫോംസ്. അല്ലേ, കോംപ്ലക്സ് ആയിരുന്ന ഫുഡിനെ സിംപ്ലറാക്കി മാറ്റി ഡൈജഷൻ. അല്ലേ, ഡൈജഷൻ കംപ്ലീറ്റ് ആവാൻ പോവുകയാണ്. അല്ലേ, ഡൈജഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ദ ഡൈജഷൻ ഈസ് ദ പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ് വിച്ച് കോംപ്ലക്സ് സ്ട്രക്ചേഴ്സ് ഈസിലി ഇൻ ദ അബ്സോർബിൾ സിംപ്ലർ ഫോംസ്. നമുക്ക് സിംപ്ലറായിട്ട് നമ്മുടെ ബോഡിക്ക് അബ്സോർബ് ചെയ്യാവുന്ന രൂപത്തിലാക്കി മാറ്റിയല്ലേ ഈ കാർബോഹൈഡ്രേറ്റിനെയും പ്രോട്ടീനെയും ഫാറ്റിനെയും ഒക്കെ എന്തായിട്ട് മാറി? അതിൻ്റെ ഏറ്റവും സിംപ്ലർ ഫോംസിലായിട്ട് മാറി വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡൈജഷൻ. ഓക്കെ, സോ അതുപോലെ തന്നെ എന്താണ് ഒരുപാട് എൻസൈംസ് എന്തിനെ ഹെൽപ്പ് ചെയ്തു? ദർ ആർ സോ മെനി എൻസൈംസ് ദാറ്റ് ഹെൽപ്സ് ഇൻ ദ പ്രോസസ് ഓഫ് ഡൈജഷൻ ദാറ്റ് പ്രസൻറ്റ് ഇൻ ദ പാൻക്രിയാറ്റിക് ജ്യൂസ്, ഗ്യാസ്ട്രിക് ജ്യൂസ്, ദെൻ ഇൻറ്റസ്റ്റൈനൽ ജ്യൂസ്. ഓക്കെ, അപ്പം ഇങ്ങനെ എന്ത് ചെയ്യുന്നു? ഓരോ എന്താണ് സ്റ്റെപ്പിലും ഫുഡ് ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് അവസാനം എന്തായിട്ട് മാറി? ദ ഫുഡ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു സിംപ്ലർ ഫോംസ് ദാറ്റ് ക്യാൻ അബ്സോർബ്ഡ് ബൈ അവർ ബോഡി. അതിനെ അബ്സോർബ് ചെയ്യാൻ പറ്റുമല്ലോ, അല്ലെങ്കിൽ ബ്ലഡിലേക്ക് ഇതിനെ അബ്സോർബ് ചെയ്യാനായിട്ട് പറ്റും. ഇത്രയും സിംപ്ലർ ഫോംസിലാക്കി മാറ്റി. ഓക്കെ, സോ എവിടെയാണ് നമ്മുടെ ഡൈജഷൻ എന്ന് പറയുന്നത് എൻഡ് ചെയ്യുന്നത്? വേർ ദ എൻഡ് ഓഫ് ദ ഡൈജഷൻ? ഏകദേശം ഓൾമോസ്റ്റ് ദ ഡൈജഷൻ ഈസ് ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ് ഇൻ ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വരുമ്പോൾ ഡൈജഷൻ എന്ത് ചെയ്തു? പൂർത്തിയായി. ആൻഡ് ദ അബ്സോർപ്ഷൻ ഈസ് ടേക്സ് പ്ലേസ് ഇൻ ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ഡൈജഷൻ തീർന്നു, അവിടെ അബ്സോർപ്ഷൻ സ്റ്റാർട്ട് ചെയ്തു. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ എത്തിയപ്പോഴത്തേക്ക് അബ്സോർപ്ഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇനി രണ്ട് പാർട്ടാണല്ലേ, അതായത് ലാർജ് ഇൻറ്റസ്റ്റൈൻ ആൻഡ് ഏനസ് അല്ലെങ്കിൽ റെക്റ്റം. അല്ലേ, ഇപ്പോൾ എവിടെ വരെ എത്തി ഫുഡിൻ്റെ യാത്ര എവിടെ വരെ എത്തി? സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ദ ഫുഡ് റീച്ചസ് ടു ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ നൗ. ഇനി നമ്മൾ അടുത്ത ഫുഡ് എന്ന് പറയുന്നത് ഫുഡിൻ്റെ ഡൈജഷൻ കംപ്ലീറ്റഡ് ആയി. ഓൾമോസ്റ്റ് ഡൈജഷൻ ഓഫ് ദ ഫുഡ് ഈസ് കംപ്ലീറ്റഡ് ഇൻ ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. പിന്നീട് എന്ത് ചെയ്യുന്നു? ബാക്കിയുള്ള വാട്ടറും ബാക്കിയുള്ള ഫോംസൊക്കെ ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്ക് പോകുന്നു. അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഫുഡിൻ്റെ ട്രാവൽ ഡൈജഷൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി, ബാക്കിയുള്ള വേസ്റ്റുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുന്നു? അത് പുറത്തേക്ക് പോകുന്ന പ്രോസസ്സുണ്ട്. സോ ഇൻ ദിസ് ക്ലാസ് വി വേർ ഡിസ്കസ്ഡ് അബൌട്ട് the food that reaches to the small intestine, and the initial part of the small intestine is called duodenum. Duodenum എന്നാണ് ഇനിഷ്യൽ പാർട്ട് പറയുന്നത്. ആൻഡ് ഇൻ ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഡൈജഷൻ ഈസ് കംപ്ലീറ്റഡ് ആൻഡ് ദ അബ്സോർപ്ഷൻ സ്റ്റാർട്ട്സ്. ഓക്കെ, the next class we will discuss about the another steps in the digestion. Now we can wind up. Thank you.